ഏറ്റവും ജനകീയമായ സിനിമാ പ്രേമികളുടെ ഉത്സവം. രാവും പകലും ഇരുകൈയോടെ സ്വീകരിക്കുന്ന ടാഗോർ തിയേറ്ററും നിശാഗന്ധിയും തിരുവനന്തപുരത്തിന്റെ വഴിയോരങ്ങളും. 30ാമത് കേരള രാജ്യാന്തര ചലച്ചിത്രമേളയ്ക്ക് ഓരോ സിനിമാ പ്രേമിയും ഒരുങ്ങിക്കഴിഞ്ഞു. എന്നാൽ ഈ സിനിമാ ഉത്സവത്തിന്റെ തുടക്കം ഇവിടെ നിന്നായിരുന്നു. തിരുവനന്തപുരം സിനിമാ ഉത്സവത്തിന്റെ വേദിയായി മാറിയത് എപ്പോൾ മുതലാണ്? 1994 കോഴിക്കോടാണ് ആദ്യമായി കേരളത്തിൽ ചലച്ചിത്രമേളയ്ക്ക് തുടക്കം കുറിക്കുന്നത്. രണ്ടാമത്തെ മേള 1995 കേരളപ്പിറവി ദിനത്തിൽ തിരുവനന്തപുരത്ത്. വിദേശ പ്രതിനിധികളുടെ സാന്നിധ്യമുള്ള ആദ്യ മേള കൂടിയായിരുന്നു രണ്ടാമത്തെ ചലച്ചിത്രമേള. 1999 മേള നടന്നത് കൊച്ചിയിൽ. മത്സരവിഭാഗം ആരംഭിച്ചത് ഈ മേളയിലൂടെയായിരുന്നു. 2000 5ാമത് ചലച്ചിത്രമേളയ്ക്ക് വീണ്ടും കോഴിക്കോട് സാക്ഷിയായി. പിന്നീടാണ് തിരുവനന്തപുരം ചലച്ചിത്രമേളയുടെ സ്ഥിരം വേദിയായി മാറിയത്. അന്നു മുതൽ ഈ മേള വരെ തലസ്ഥാന നഗരി ചലച്ചിത്രമേളയെ വരവേറ്റുകൊണ്ടേയിരുന്നു. കോഴിക്കോട് നഗരിയിൽ നിന്നും തലസ്ഥാന നഗരിയിലേക്ക് IFFK പറിച്ചു നടാൻ അത്ര തന്നെ സമയമെടുത്തിട്ടില്ലായിരുന്നു. ആ ഒരു കടന്നുവരവ് ഇവിടുത്തെ എല്ലാ ചലച്ചിത്ര പ്രേമികളും ഇരു കൈയും നീട്ടിയാണ് സ്വീകരിച്ചത്. ഇപ്പോൾ 30ാമത് IFFKക്ക് കൂടി തലസ്ഥാന നഗരി വേദിയാകുമ്പോൾ രാവും പകലുമെല്ലാം സിനിമാ പ്രേമികളുടെ ഒരു സിനിമാ കൊട്ടകയായി തലസ്ഥാന നഗരി മാറുകയാണ്. ക്യാമറ പേഴ്സൺ ബിച്ചു പൂവച്ചലിനൊപ്പം ദിൽന ദിനേശ്, കൈരളി ന്യൂസ്.